കട്ടക്കരിപ്പന്റെ ഉണ്ടക്കണ്ണി. രചന അന. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. എന്തു പറഞ്ഞിട്ട് രക്ഷയില്ലാന്ന് കണ്ടപ്പോൾ അവളെ വട്ടം പിടിച്ച് പിന്നിൽ ഞാൻ ഇറുകെ പുണർന്നു. എന്റെ ചുണ്ടുകൾ അവളുടെ ചെവിയോടടുപ്പിച്ച് പിൻകഴുത്തിൽ അമർത്തി. ഇനി വിളിക്കൂടി. സംഗതി ഏറ്റമട്ടുണ്ട്. ഇത്രയും നേരം പുലിക്കുട്ടിയായിരുന്നു അവൾ പെട്ടെന്ന് എലിയെ പോലെ പതുങ്ങി. അവളുടെ ശ്വാസഗതി ഓരോ നിമിഷം കഴിയുന്തോറും കൂടിക്കൊണ്ടിരുന്നു. ഇനി വിളിക്കുമോന്ന്? ഇനി വിളിക്കും. മോരത്തലയാ. ആഹാ, നിന്നെ നല്ല കുട്ടിയാകാൻ പറ്റുമോ നോക്കട്ടെ. ഞാൻ ഗൗരി എനിക്ക് അഭിമുഖമായി തിരിച്ചു നിർത്തി. അവളാട്ടെ കണ്ണുകൾ ഇറുക്കി അടച്ചിട്ടുണ്ട്. പതിയെ ഞാൻ അവളെ എന്നിലേക്ക് വലിച്ചടുപ്പിച്ചു. എൻ്റെ കവിൾ അവളുടെ കവിൾ തടത്തിലേക്ക് മുട്ടിച്ചു. ഇനി വിളിക്കുമോന്ന്? ഇനി വിളിക്കുമോന്ന്? ആണോ? പെട്ടെന്ന് സ്വഭാവത്തിലേക്ക് തിരിച്ചു വന്നാൽ മറുപടിയാന്ന്. ഇല്ലില്ല, എന്നോട് ഞാൻ പോട്ടെ. എന്നാലും ഞാൻ വിട്ടില്ല. പക്ഷെ ആ സമയത്ത് അവളേക്കാൾ സ്വഭാവം നഷ്ടപ്പെട്ടിരുന്ന ഞാനായിരിക്കും. ഞങ്ങൾ രണ്ടുപേരുടെയും ഹൃദയങ്ങൾ ഒരേ വേഗതയിൽ പരസ്പരം മത്സരിച്ചുകൊണ്ട് മിടിച്ചുകൊണ്ടേയിരുന്നു. ഒത്തിരി നേരം അങ്ങനെ നിൽക്കാൻ ആഗ്രഹിച്ചു. അപ്പോഴേക്കും എന്തോ ശബ്ദം കേട്ട് ഞങ്ങൾ ഞെട്ടിത്തിരിഞ്ഞു. മായായിരുന്നു. റൂമിന്റെ ബാത്റൂമിനോട് ചേർന്നാണ് നിൽക്കുന്നത്. ഞങ്ങൾ വന്നപ്പോൾ ആരെയും കണ്ടിരുന്നില്ല. ഒരുപക്ഷെ ബാത്റൂമിൽ പോയതായിരിക്കും. കണ്ണുകളൊക്കെ ചുവന്ന് ഉരുട്ടി പിടിച്ചിട്ടുണ്ട്. ഞങ്ങളിവിടെ കാട്ടിക്കൂട്ടിയൊക്കെ കണ്ടെന്ന് മനസ്സിലായി. പക്ഷെ അവളെ കണ്ടത് എന്നെ ഞെട്ടിച്ചുകൊണ്ട് ഗൗരിയനോട് ചേർന്ന് നിന്നു. അയ്യോ ആദി, എനിക്ക് നാണാവുന്നു. വാ, നമുക്ക് നമ്മുടെ റൂമിലേക്ക് പോവാം. സോറി മായ, തൻ്റെ റൂമാണെന്ന് മനസ്സിലായില്ല. വാ ആദി, എന്തൊരു നാണം നോക്കി. വാ. ആളുടെ പെർഫോമൻസ് മാരകമായിരുന്നു. എനിക്ക് ചിരിയടക്കാൻ കഴിഞ്ഞില്ല. നല്ല അസൂയുണ്ട്. അതുകൊണ്ട് കുശുമ്പത്തി പാറിനെ വലിച്ച് ഞങ്ങളുടെ റൂമിലോട്ട് വന്ന്. ആദി, ഒരു കാര്യം പറഞ്ഞേക്കാം. അവളായിട്ട് വല്ലാതെ കമ്പനി വേണ്ട കേട്ടോ. അതെങ്ങനെ ശരിയാവും മുത്തേ? അവളെൻ്റെ കളിക്കൂട്ടുകാരിയല്ലേ? അയ്യോ, നിന്റെ മുത്തേ വാവെന്ന് വിളിക്കുന്ന ഇഷ്ടമല്ലല്ലോ. ആരെയൊക്കെയോ വിളിച്ചോളാനെന്ന് പറഞ്ഞിരുന്നില്ലേ? ആരെയായിരുന്നു? രമ്യയെ. ഓളെ ഇവിടെ ഇല്ലാത്ത സ്ഥിതിക്ക് മായ വിളിക്കാല്ലേ ഗൗരി? ഇപ്പൊ അവളുടെ മുഖത്തൊരു കുത്തു കൊടുത്താൽ ഠോ എന്ന് പറഞ്ഞ് പൊട്ടും. അമ്മാതിരി വീർപ്പിച്ചാണ് നിൽപ്പ്. മോളെ ഗൗരി, ഒന്നിങ്ങി വാ. നശിപ്പിച്ച്. ഈ മുത്തശ്ശി കുളിക്കാൻ കണ്ട നേരം ഇച്ചിരി നേരം കൂടെ നിന്നിരുന്നെങ്കിൽ അവൾക്ക് എന്നെ ഇഷ്ടമാണെന്ന് പറയിപ്പിക്കായിരുന്നു. മുത്തശ്ശി വിളിപ്പിച്ചതായാലും നന്നായി. അല്ലെങ്കിൽ ആദ്യം മറുപടി എടുക്കാൻ പറ്റാണ്ട് കുഴഞ്ഞു പോയനെ. ആദിയുടെ കൂടെ അടുത്തുള്ള 1-2 ബന്ധു വീട്ടിൽ പോയി വന്നപ്പോഴേക്ക് അത്താഴം കഴിക്കാനായി. എല്ലാവരും ഇരുന്നപ്പോൾ ഞാനും മായും കൂടെ വിളമ്പി കൊടുക്കാൻ നിന്നു. ഗൗരി, മുത്തശ്ശിക്ക് ആ പപ്പടം ഒന്ന് എടുത്തെടുക്കോ? ഓക്കെ മായ. ഞാൻ മുത്തശ്ശിക്ക് പപ്പടം കൊടുത്തിരിഞ്ഞു. മായ ആദിയുടെ അടുത്ത് പോയിരുന്നു. ഞാൻ അവളെ കടുപ്പിച്ചൊരു നോട്ടം നോക്കി. മായ ആണെങ്കിൽ ഒന്നും എന്നോടല്ലെന്നുള്ള ഭാഗത്തിലിരിക്കുന്നു. ആദ്യം എന്നെയും മായയും മാറി മാറി നോക്കുന്നുണ്ട്. ഇവളെ ഇങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ. മുത്തശ്ശി, അച്ചാർ എവിടെയാ? മോളെ, അത് അടുക്കളയിലുണ്ടല്ലോ. എവിടെയാ മോളെ? ആ ഉപ്പും മുളകെല്ലാം ഇരിക്കുന്ന കബോർഡിലുണ്ട്, നോക്കി നോക്ക്. ആ മിക്സി ഇരിക്കുന്ന അവിടെയാണോ? അവിടെ അല്ല മോളെ, അതിൻ്റെ സൈഡിലായിട്ട്. മനസ്സിലാകുന്നില്ലല്ലോ. മായേ, നിനക്കറിയാലോ, നീ ഒന്ന് എടുത്തു കൊടുക്ക്. അതാ നല്ല മുത്തശ്ശി. നീ എന്ത് നോക്കിയിരിക്കാമായേ? ഗൗരി മോൾക്ക് എന്താ വേണ്ടച്ചാ എടുത്തു കൊടുക്ക്. നീ അവിടെ പോയിരിക്കും മോളെ. മായ അവിടെ നിന്ന് എഴുന്നേറ്റതും ഞാൻ ഓടിപ്പോയി അവിടെ ഇരുന്നു. അവൾ അച്ചാർ കൊണ്ടുവന്ന് വേറെ ചേറിപ്പോയിരുന്നു. ഞാനൊന്ന് ചിരിച്ചു കാണിച്ചു. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് ഞാൻ കുറച്ചു നേരം മുത്തശ്ശിയുടെ കൂടെ ഇരുന്നു. അമ്മയെപ്പോൾ തന്നെയായിരുന്നു മുത്തശ്ശിയും. ഒത്തിരി നേരം സംസാരിച്ചിരുന്നു. അങ്ങനെ എപ്പോഴും അവിടെ തന്നെ കിടന്നുറങ്ങി. രാവിലെ തന്നെ മായയെ കണ്ടില്ല. ചോദിച്ചപ്പോൾ അറിഞ്ഞു ഓഫീസിലേക്ക് എന്തോ അത്യാവശ്യത്തിന് പോയിരിക്കുകയാണെന്ന്. അവളില്ലാത്തതുകൊണ്ട് നല്ല ആശ്വാസമായിരുന്നു. അതുകൊണ്ട് തന്നെ ദിവസം മുഴുവൻ മുത്തശ്ശിയുടെ കൂടെ ആയിരുന്നു. ആദ്യം കണ്ട പോലുമില്ല. സന്ധ്യയായപ്പോൾ മുത്തശ്ശിയുടെ കൂടെ അമ്പലത്തിൽ പോകാൻ തീരുമാനിച്ചു. പോകുന്നതിന് വേണ്ടി അമ്മ സാരി എടുത്ത് തരുമ്പോഴാണ് ആദ്യം അങ്ങോട്ട് വന്നത്. അമ്മേ, മായ എപ്പോഴാ വരിക? ഇവനിപ്പോൾ എന്തിനാ മായ? അവളെ കാണാൻ എന്താണോ ഇത്ര തിടുക്കം? നീ എന്തിനാ മായ അന്വേഷിക്കുന്നേ? അതമ്മേ, ചിലരെയൊന്നും കണ്ടേയില്ല. ചിലരെ കാണാൻ എന്തിനാ മായ? അവളിവിടെ ഉള്ളപ്പോൾ മാത്രം കണ്ടുവരുന്ന ചില കുശുമ്പത്തി പാറുകളുണ്ടേ. അതാരാ കുശുമ്പത്തി പാറു? തൻ്റെ ഇപ്പം മനസ്സിലായില്ലേ അമ്മ ആരാ ആളെന്ന്? അമ്മ, ഞാൻ പോവാ. മുത്തശ്ശിയുടെ കൂടെ അമ്പലത്തിൽ നിന്ന് തൊഴുതിറങ്ങി വീട്ടിലേക്ക് നടക്കുമ്പോൾ അവിടെ നിൽക്കുന്ന ആളെ കണ്ട് ഞാൻ ഞെട്ടി. രമ്യ. എന്തേലും പറഞ്ഞോ മോളെ? ഇല്ല മുത്തശ്ശി, മുത്തശ്ശി വീട്ടിലോട്ട് പോക്കോളൂ, ഞാൻ വന്നോളാം. അതിന് എനിക്കിവിടെ പരിചയമില്ലല്ലോ. അതൊക്കെ അറിയാം മുത്തശ്ശി, ഞാൻ വന്നോളാം. മുത്തശ്ശി വീട്ടിലേക്ക് പറഞ്ഞു വിട്ട് ഞാൻ രമ്യയുടെ അടുത്തേക്ക് നീ. അവളവിടെ തനിച്ചായിരുന്നു. എന്നെ കണ്ടത് ആളൊന്ന് ഞെട്ടി. നീ എന്താ ഇവിടെ? ഞാൻ ഇന്നലെ ഇവിടേക്ക് താമസം മാറി. നീ എന്താ ഇവിടെ? നിനക്കറിയില്ലേ ഇവിടെ ആദ്യയുടെ അമ്മയുടെ വീടാണെന്ന്? എനിക്ക് ഓർമ്മയില്ല. നിനക്ക് വേറെന്തെങ്കിലും ഓർമ്മയുണ്ടോ? പാവ അമ്മാനും അമ്മായി നിന്നോർത്ത് കരയാത്ത ദിവസങ്ങളിലാണ്. അറിയോ നിനക്ക്? ഇതൊക്കെ പറയാൻ നീ ആരാ? ചേച്ചിയമ്മ ഞാൻ നിൽക്കുന്ന വെച്ചാൽ വേണ്ട. നിന്നോട് സംസാരിക്കുമെന്ന് എന്നെ പറഞ്ഞാൽ മതിയല്ലോ. മറ്റുള്ളവർ വഞ്ചിക്കാൻ മാത്രമേ നിനക്കൊക്കെ അറിയുള്ളൂ. നിനക്കിപ്പോൾ എന്താ വേണ്ടേ? ഞാൻ കാരണം ഒരു പുളിങ്ങുമ്പോൾ എന്നെ കിട്ടിയില്ലേ? ആദ്യൻ്റെ ഭർത്താവാ, അല്ലാതെ പുളിയുപ്പൊന്നല്ല. അല്ല, അവന് നിന്നെ എങ്ങനെ ഇഷ്ടപ്പെട്ടു? പുള്ളിക്ക് നല്ല സുന്ദരികൾ മാത്രമല്ലേ ഇഷ്ടപ്പെടൂ. നിനക്ക് അത്ര വലിയ സൗന്ദര്യമൊന്നുമില്ലല്ലോ. അവൻ നിന്നെ ഇട്ടേച്ച് പോകാൻ നോക്കിക്കോ. ചിലപ്പോൾ നല്ല കുട്ടികളെ കണ്ടാലേ അവൻ പോവും. എൻ്റെ ആദ്യം നിന്നെപ്പോലെ ചതിനാലടി.
നിന്റെ ആദ്യം നിനക്കറിയാലോ, കുറച്ചു കാലം അവരെൻ്റെ ആയിരുന്നു. എനിക്ക് വേണ്ടാന്നായപ്പോഴല്ലേ നിന്നെ അവൻ കിട്ടിയത്. നിനക്കറിയോ, നിന്റെ ജീവിതം വെറും ഭിക്ഷയാ, എൻ്റെ ഭിക്ഷ. രമ്യ, എനിക്ക് നിന്നോട് സംസാരിക്കാൻ യാതൊരുവിധ താല്പര്യമില്ല. ഒന്ന് പോവോ? പിന്നെ നിന്റെ കുറേ വീരസാഹസികതകൾ കൂടി ഞാൻ അറിഞ്ഞിട്ടുണ്ട്. അവൾക്ക് നല്ലപോലെ മറുപടി കൊടുക്കാൻ പോലും എനിക്ക് കഴിഞ്ഞില്ല. ആകെ വിഷമമായി. അവളെന്താ ഇങ്ങനെയെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. വീട്ടിലോട്ട് പോകുമ്പോൾ മുഴുവൻ ടെൻഷനായിരുന്നു. ഇനിയിപ്പോൾ രമ്യ പറഞ്ഞ പോലെ ആദിക്കെന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ലേ? എങ്ങനെയെങ്കിലും മനസ്സിലെ ഭാരങ്ങൾ ഇറക്കി വെക്കാൻ വേണ്ടി അമ്മയുടെ അടുത്ത് പോയി. അമ്മയുടെ അടുത്താണെങ്കിൽ അമ്മായിയും അമ്മാവനും ഉണ്ടായിരുന്നു. എന്തോ കാര്യമായിട്ട് സംസാരിക്കുകയായിരുന്നു. ശ്രദ്ധിച്ചപ്പോൾ മനസ്സിലായി ഞാനാണ് വിഷയമെന്ന്. എൻ്റെ ചേച്ചി, നിങ്ങൾ എന്തിനാ ഗൗരി ആദിക്ക് വേണ്ടി നോക്കിയത്? അവന് ചേർന്ന പെണ്ണേയല്ല ഗൗരി. രമ്യയും ചേർച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ അവൾക്ക് ഇച്ചിരി സൗന്ദര്യമെങ്കിലും ഉണ്ടായിരുന്നു. എല്ലാം പോട്ടെ, മായ പോലൊരു സർക്കാർ ജോലി പോലും ഇല്ല അവൾക്ക്. എൻ്റെ എഴുത്തി ഗൗരിക്ക് യാതൊരുവിധ കുറവുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ആര് പറഞ്ഞു? അവർ തമ്മിൽ ആകെ സ്വരച്ചേർച്ചയാണ്. ഏതൊരു പൊട്ടനും അറിയാം അവരുടെ ദാമ്പത്യം അത്ര സുഖകരമല്ലാന്ന്. ഇനിയും സമയമുണ്ട് വസു. അവൻ ഇനിയും നല്ല കുട്ടികളെ കിട്ടും. എന്തിനാ വേറെ കുട്ടികൾ? നമ്മുടെ മായ തന്നെ ഉണ്ടല്ലോ. അവൾക്ക് ഇപ്പം അവനോട് കുറച്ച് അടുപ്പൊക്കെ ഉണ്ട്. നീ ഒന്ന് ആലോചിച്ച് നോക്ക്. ഞാൻ ആലോചിച്ച് പറയട്ടാ. അതും പറഞ്ഞ് അമ്മ പോകാൻ തിരിഞ്ഞ് എന്നെ കണ്ടു. അമ്മയും ദയനീയമായി നോക്കിയിട്ട് ആ റൂമിലേക്ക് ഓടി. ഗൗണി കയറിയപ്പോൾ അവിടെ മായ എന്നെ നോക്കി നിൽപ്പുണ്ടായിരുന്നു. എന്തുപറ്റി ഗൗരി, മുഖമൊക്കെ വല്ലാണ്ടിരിക്കുന്നല്ലോ? മായ, എനിക്കിപ്പോൾ തന്നോട് സംസാരിക്കാൻ താല്പര്യമില്ല. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ പറ്റുക? നീ കേട്ടാണല്ലോ അവർ പറഞ്ഞ്. ആദ്യം ഇതേ തീരുമാനമാവും. അത് തീരുമാനിക്കേണ്ടത് നീയതല്ലോ. ഇനിയും കടിച്ചു തൂങ്ങി നിൽക്കാൻ പോയിക്കൂടെ നിനക്ക്? ഡീ, ഞാനിപ്പോൾ വല്ലാത്തൊരവസ്ഥയിലാണ്. എൻ്റെ സകല നിയന്ത്രണങ്ങൾ വിട്ട് നിനക്കൊന്ന് തന്നുപോകും. അതിനു മുന്നേ നീ പൊയ്ക്കോ. ഞാനിപ്പോൾ പോയിക്കോളാം. പിന്നീട് അവിടെ നിന്ന് പോകുന്ന ആരാന്ന് കണ്ടറിയാം. അവരെല്ലാം പറഞ്ഞെന്നെ വേദനിപ്പിച്ചെങ്കിലും അമ്മയുടെ മറുപടിയാണ് എന്നെ തളർത്തിക്കളഞ്ഞ്. ആദ്യം ഞാൻ ഇഷ്ടപ്പെടുന്നതിന് മുമ്പ് എൻ്റെ സ്വന്തമെന്ന് കരുതിയതാണ് അമ്മേ. എന്നാൽ ഇപ്പം അമ്മ പറഞ്ഞതിനർത്ഥം എന്നെ വേണ്ടാന്ന് തന്നെയല്ലേ? ആരോടൊന്നും മനസ്സോർക്കാൻ പോലും പറ്റിയില്ല. ഒത്തിരി നേരം ബെഡിൽ കിടന്നങ്ങനെ കരഞ്ഞു. രാവിലെ മുതൽ തമ്പുരാട്ടിക്ക് നമ്മളോടൊരു മൈൻഡും ഇല്ല. മുഴുവൻ സമയം മുത്തശ്ശി മുത്തശ്ശി എന്ന് വിളിച്ചുകൊണ്ട് നടക്കുകയായിരുന്നു. രണ്ടാളും കൂടി അമ്പലത്തിൽ പോവുകയും ചെയ്തു. പക്ഷെ തിരികെ വന്ന മുത്തശ്ശി തനിയായിരുന്നു. ചോദിച്ചപ്പോൾ പറഞ്ഞു ആൾ മുത്തശ്ശിയോട് പോയിക്കോളാൻ പറഞ്ഞ് അവിടെ നിന്നെന്ന്. അവിടെ ഇവിടെ നിന്ന് വഴിയേറ്റണ്ട വെച്ച് കാറെടുത്ത് ഞാൻ അവളെ അന്വേഷിച്ചിറങ്ങി. വഴിയിലൊന്നും ആളെ കണ്ടില്ല. കുറേ നേരം അവിടെയൊക്കെ അലഞ്ഞു തിരിഞ്ഞ് നടന്നു. അവസാനം അമ്മയെ വിളിച്ചപ്പോൾ കക്ഷി വീട്ടിലെത്തിയിട്ടുണ്ടെന്ന് അറിഞ്ഞു. വീട്ടിലെത്തിയത് അച്ഛൻ്റെ ദൂത് കിട്ടി. ഗൗരി നല്ല വിഷമത്തിലാണെന്ന്. ഞാൻ പുറത്തിറങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ആൾ വീട്ടിലെത്തിയെന്നു. വന്നപാടെ റൂമിൽ കയറി ഒരേ കിടപ്പാണെന്നും പറഞ്ഞു. എനിക്കാകെ ടെൻഷനായി. റൂമിലെത്തിയപ്പോൾ അവൾ കിടക്കുക തന്നെയായിരുന്നു. ഗൗരി, എണീറ്റേ, എന്താ പറ്റിയേ? ആദി പ്ലീസ്, എന്നെ തനിയെ വിട് പ്ലീസ്. എന്താ കാരണമെന്ന് പറഞ്ഞൂടെ? പറ്റില്ല എന്ന് പറഞ്ഞില്ലേ? നിനക്ക് എന്താ ഗൗരി, എന്തിനാ ചാടി കടിക്കാൻ നിൽക്കുന്നത്? ഇത്രയ്ക്ക് അഹങ്കാരം പാടില്ല. ആ, എനിക്ക് അഹങ്കാരം തന്നെയാ. അതിന് തനിക്ക് വല്ല പ്രശ്നമുണ്ടോ? എനിക്കെന്തോ പന്തിയേട് തോന്നി. ഇതുവരെ ഇങ്ങനെ ദേഷ്യപ്പെട്ടിട്ടില്ല. കണ്ണുകളെല്ലാം ചുവന്ന് വീർത്തിരിക്കുന്നു. ഒരുപാട് കരഞ്ഞിട്ടുണ്ടെന്ന് കണ്ടാൽ തന്നെ പറയും. സത്യം പറഞ്ഞാൽ കാന്താരി ആ അവസ്ഥയിൽ കണ്ടപ്പോൾ തന്നെ നെഞ്ചൊന്ന് പിടച്ചു. ദേഷ്യം പിടിപ്പിച്ചാൽ ഈ മൂടൊന്ന് മാറുമെന്ന് കരുതി. അതിനുവേണ്ടി ഞാൻ തുടർന്നു. നീ എന്ത് കണ്ടിട്ടാണ് ഈ അഹങ്കരിക്കുന്നത്? അതിന് മാത്രം നിനക്ക് എന്താ ഉള്ളേ? ആ, എനിക്കൊന്നുമില്ല. രമ്യെ പോലെ സൗന്ദര്യമില്ല, മായ പോലെ ഭംഗിയും ഗവൺമെന്റ് ജോബും ഇല്ല. ഒന്നുമില്ല. എല്ലാം എൻ്റെ തെറ്റാ. അമ്മാവൻ പറഞ്ഞപ്പോൾ തന്നെ നിങ്ങളെ കല്യാണം കഴിക്കാൻ തീരുമാനിച്ച്. എല്ലാവർക്കും ഞാൻ ഒരു ശല്യ. അമ്മയ്ക്കും അച്ഛനും ആദിക്കും എല്ലാവർക്കും. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.